CPIഎമ്മിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനം 3 ദിവസക്കാലമായി കൊട്ടിയത്ത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. പാർട്ടി BV അംഗം സഖാവ് MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ അടക്കം 10 സംസ്ഥാന നേതാക്കളും പങ്കെടുത്താണ് ജില്ലാ സമ്മേളനം നടന്നത്. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 2 ഒഴിവുകൾ പൂർത്തീകരിക്കാതെ 44 സഖാക്കളെ ഐകകണ്ഠേന ജില്ലാ സമ്മേളനം തിരഞ്ഞെടുക്കുകയും സംസ്ഥാന സമ്മേളനത്തിലേക്ക് 36 പ്രതിനിധികളെ ഐകകണ്ഠേന സമ്മേളനം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ജില്ലയിൽ തൊഴിലാളി മേഖലയിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജില്ലയിൽ കാർഷിക മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടാനും പാർട്ടി സംഘടനയെ ഇന്നുള്ളതിനേക്കാൾ കരുത്തുറ്റ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള തീരുമാനമാണ് ജില്ലാ സമ്മേളനം പ്രധാനമായി സ്വീകരിച്ചത്. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ തീരുമാനമാണ് സമ്മേളനം കൈക്കൊണ്ടത്. ജില്ലയിലെ 52,600 പാർട്ടി അംഗങ്ങളിൽ നിന്നും 3 മാസക്കാലമായി അവരുടെ വീടുകളിൽ ഒരു വഞ്ചി സ്ഥാപിച്ച് പാർട്ടി അംഗങ്ങളുടെ സംഭാവന കൊണ്ട് മാത്രം മാതൃകാപരമായി കേരള സംസ്ഥാന സമ്മേളനം ഏറ്റെടുത്ത് വിജയിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. 25,000 റെഡ് വോളണ്ടിയർമാർ നയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വമ്പിച്ച റാലിയോടുകൂടി സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ജില്ലയിലെ പാർട്ടി സജീവമായി മുന്നോട്ട് പോകും. കൊല്ലം ജില്ലയിലെ എല്ലാ ഉൾപ്രദേശങ്ങളിലും വേരോട്ടമുള്ള പാർട്ടിയായി ഈ പാർട്ടി വളർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള തീരുമാനങ്ങളാണ് സ്വീകരിച്ചത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും. പാർട്ടിയെ ദുർബലപ്പെടുത്താനും LDF സർക്കാരിനെ ദുർബലപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങൾക്കെതിരെ നല്ല ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കൊല്ലം ജില്ലയെ മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിവെച്ച വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അഭിമാനകരമാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളടക്കം ഫലപ്രദമായി ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും വിശ്വാസം ആർജിച്ച് എല്ലാ ബഹുജന പ്രശ്നങ്ങളിലും കൂടുതൽ കരുത്തോടെ ഇടപെട്ട് തെറ്റായ അപവാദ പ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ച് ജനവിശ്വാസം ആർജിച്ച് ഇന്നുള്ളതിനേക്കാൾ കരുത്തുള്ളൊരു പാർട്ടിയായി ജില്ലയിലെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി സംസ്ഥാന സമ്മേളനം എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ശക്തിയായ നിലയിൽ മുന്നോട്ട് പോകും. 9 സഖാക്കളെ ജില്ലാ കമ്മിറ്റിയിലെ അംഗസംഖ്യ 46 9 സഖാക്കളെ ഒഴിവാക്കുകയും 4 സഖാക്കളെ പുതുതായി ഉൾപ്പെടുത്തുകയും 2 ഒഴിവുകൾ കൂടി ഇട്ടുകൊണ്ടാണ് 46 അംഗ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉള്ളടക്കം വരത്തക്ക നിലയിലുള്ള ജില്ലാ കമ്മിറ്റിയെ 450 പേരുള്ള ജില്ലാ സമ്മേളനം ഐകകണ്ഠേനയാണ് അംഗീകരിച്ചിട്ടുള്ളത്. സെക്രട്ടറിയായി എന്നെ ഐകകണ്ഠേനയാണ് വീണ്ടും തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള 36 പ്രതിനിധികളെയും ഐകകണ്ഠേനയാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. 9 സഖാക്കളെ ജില്ലാ സമ്മേളനം ഐകകണ്ഠേന ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി 4 സഖാക്കളെ കൂടി ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്ന് ആരുമില്ലല്ലോ. അതെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ആളിനെ ഒഴിവ് വന്നാൽ ഉൾപ്പെടുത്തുന്നത് ജില്ലാ കമ്മിറ്റി ഭാവിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചാൽ ഉപരി കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളിനെ ഉൾപ്പെടുന്നത്. കരുനാഗപ്പള്ളിയിലുള്ള നേതാക്കന്മാർക്ക് ഒരു താക്കീത് കൂടിയല്ലേ ഇപ്പോൾ എടുത്തിരിക്കുന്നത്? പാർട്ടി ജില്ലാ സമ്മേളനം 46 പേരുള്ള പാനൽ അംഗീകരിച്ചു. 44 പേരെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. അതാണ് നടത്തുന്നത്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ആ 2 ഇതിൽ അവിടെ നിന്നുള്ള ആളുകളായിരിക്കുമോ വരിക? പാർട്ടി സംസ്ഥാന സമ്മേളനം വിജയകരമായി നടത്തുക എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട.
പാർട്ടി എടുക്കുന്ന നിലപാട് ഏറ്റവും ശരിമയാർന്നിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. ചില വാർത്താമാധ്യമങ്ങൾ ആദ്യത്തെ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസാരിച്ചു എന്ന് ചില വാർത്തകൾ വരികയുണ്ടായി. ആദ്യത്തെ ദിവസം പാർട്ടി ജില്ലാ സമ്മേളനം പാർട്ടി PB അംഗമാണ് MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. പാർട്ടി ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചത് 12-ാം തീയതി ഒരു 10 മണി തൊട്ടാണ്. 10-ാം തീയതി സമ്മേളനത്തിൽ സംസാരിച്ചു എന്നും ചില വാർത്താമാധ്യമങ്ങൾ വാർത്ത എഴുതുകയുണ്ടായി. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മോടൊപ്പം ഉള്ളത് ജില്ലയിലെയും കേരളത്തിലെയും CPMൻ്റെ തലമുതിർന്ന നേതാവ് സഖാവ് N പത്മലോചനാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ച് 1964 ഒക്ടോബർ 31 മുതൽ നവംബർ മാസം 7 വരെ കൽക്കത്തയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി CPM രൂപീകരിക്കാൻ തെനാലിയിൽ ചേർന്ന കൺവെൻഷനിൽ കേരളത്തിൽ നിന്ന് 28 സഖാക്കൾ, ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികളിൽ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞയാൾ നമ്മോടൊപ്പമുള്ള സഖാവ് N പത്മലോചനാണ്. കൊല്ലം ജില്ലയിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നിർണായകമായ നേതൃത്വം നൽകി 970 മുതൽ CIT രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ജില്ലാ സെക്രട്ടറിയായി, 980 മുതൽ CITൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, CPMൻ്റെ ജില്ലയിലെ നേതാവായി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി, സംസ്ഥാന കമ്മിറ്റി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ച സഖാവ് N പത്മനാണ് നമ്മോടൊപ്പം ഉള്ളത്. ജില്ലാ സമ്മേളനത്തിൽ ആദ്യാവസാനം സഖാവ് പങ്കെടുത്തിരുന്നു. നമ്മളെപ്പോലുള്ള പ്രവർത്തകർക്ക് കടന്നു വരുന്നതിന് ഏറ്റവും ആവേശവും കരുത്തും നേതൃത്വം നൽകിയ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് നമ്മളോടൊപ്പമുള്ള സഖാവ് N പത്മനാഭൻ. എങ്ങനെയാണ് സമ്മേളനത്തെ കാണുന്നത്? സമ്മേളനം ഒരു പാവപ്പെട്ടവരുടെയും തൊഴിലാളി വർഗത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തെ കാണുന്നത്. രാജ്യത്ത് ജനങ്ങൾ നേരിടുന്ന നാനാവിധത്തിലുള്ള ജീവിത പ്രയാസങ്ങൾ പോരാട്ടത്തിലൂടെ പരിഹരിക്കുന്നതിനും അവയെല്ലാം പിന്നോട്ടടിക്കുന്നതിനും മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ CPM നടത്തുന്ന മഹനീയമായ പങ്കാണ് ഈ സമ്മേളനത്തിലൂടെ പ്രകടമാക്കുന്നത് എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ കൊല്ലത്താണ് നടക്കുന്നത്. ഞാനും അതിൽ പങ്കെടുക്കുന്നു. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി പാർട്ടി അംഗങ്ങളിൽ നിന്നും മാത്രം സംഭാവന സംഭരിച്ച് ഈ പ്രദേശത്ത് 7.25 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. ഇവിടെയാണ് ദേശാഭിമാനിയുടെ എഡിഷൻ പ്രവർത്തിക്കുന്നത്. NS പഠന ഗവേഷണ കേന്ദ്രത്തിൽ പാർട്ടി ക്ലാസുകൾ തുടർച്ചയായി ഇവിടെ നടക്കുകയാണ്. ജില്ലയിലെ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയാണ്. ഒരു പഠന കേന്ദ്രമായി, പാലിയേറ്റീവ് കേന്ദ്രമായി ഈ പ്രദേശം ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകുന്നതിനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ സ്വന്തം സ്ഥലത്ത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൊല്ലം ജില്ലാ സമ്മേളനത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യവും എല്ലാവരെയും